എടാ നിനക്ക് ഇനി കാര്യം പിടിയില്ല. എടാ അവർക്ക് നിന്നെ വേണോടാ. കഴിഞ്ഞ 3 മാസമായിട്ട് അവൾ എത്ര തവണ നിന്നെ വിളിക്കാനും കാണാനും വിളിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നീ ചാട കണ്ടതല്ലേ. എന്നിട്ട് ഇപ്പൊ നോക്കിയേ അവൾ എപ്പോഴാണെന്ന് വിളിക്കാന്ന് നോക്കിയിരിക്കുക. അടിയാ 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 ഈ കുറച്ച് നേരത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം അവിടെ വീട്ടിലറിയും. അല്ലല്ല അവൾ എങ്ങനെയെങ്കിലും അറിയിക്കും. കലവിക്കാൻ നിന്നാലും അവളുടെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളത് അവൾക്കറിയാം. ഇവളുടെ നാടകത്തിന് ഇവളുടെ അച്ഛനോട് തിരിച്ചു ചെയ്യാം. ഒരു വലിയ ഡ്രാമയിലല്ല. ആ ഡ്രാമയുടെ ക്ലൈമാക്സോ അവളുടെ അച്ഛൻ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണത്തിന് നോക്കിയേ പറയും. അതോടെ അവസാനിച്ചു. നീ ലോകത്താവും. അവൾ പറഞ്ഞ ഒരേ ഒരു കള്ളം അവളുടെ 2 കോടികളും കൊള്ളാം. എന്താ ഞാനത് മാറ്റിക്കൊള്ളു വെച്ചത് നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എടാ നിനക്കെന്നോട് കള്ളം പറയാം. പക്ഷെ ഞാനൊരു ഡോക്ടർ. ടെസ്റ്റ് വരെയോ കള്ളം പറയാനുള്ള സാമാന്യ ബോധം വേണ്ടില്ല. എന്താ നിനക്ക് ഈ മനസ്സിലായില്ലേ? പുറത്ത് ഞാനെന്താ പറഞ്ഞേ? അവൾ പ്രഗ്നന്റ് അല്ല. ഇതേ ഇവ നിനക്ക് ഒന്നും അറിയില്ല. അവൾ പ്രഗ്നന്റ് ഒന്നും അല്ല. ഇവരെ പരിശോധിക്കുക. സമാധാനമായില്ലോ. ഡോക്ടറിനെ പറഞ്ഞില്ലേ? വാ. അവൾ പ്രഗ്നന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓ അപ്പോൾ പ്രഗ്നന്റ് ആണെന്നാണ് പറയുന്നത്. പറയുന്നത് ഇവരൊക്കെ ഞാൻ രാവിലെ പറയുന്നു. ഇതിലിപ്പോ സർപ്രൈസായിട്ട് പറയാനെന്തെങ്കിലും നീ പറഞ്ഞ കണക്കനുസരിച്ച് അവൾ 1.5 മാസം ഗർഭിണിയായിരുന്നു. പക്ഷെ അവളുടെ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ HCG ലെവൽ 32,000 നേരെ എന്ന് വെച്ചാൽ അവൾ 2-3 മാസം ഗർഭിണിയാണ്. 2-3 മാസം പോയിട്ടുണ്ടല്ലോ. കറക്റ്റായിട്ട് പറയാമോ? 2-3 ഡേറ്റ് ഗർഭിണി അങ്ങനെ എക്സാക്ട് ആയി പറയാൻ പറ്റില്ല. ഞാനെപ്പോഴേ പറഞ്ഞു ഡിഫറൻസ് ഉണ്ട് വാസു. മെഡിക്കലി പറയാം ഇത് വലിയ റിസ്ക്. അബോർട്ടിംഗ് 3 months old fetus അണ്ടർ നോൺ മെഡിക്കൽ കണ്ടീഷൻ. ഇതൊക്കെ സമാധാനം അവളുടെ ജീവിതം തന്നെ അപകടമായേക്കും. പിന്നെ മോറലി പറയുകയാണെങ്കിൽ ഇത് പാപമാണ്. വായി തൊഴിൽ പറയാതെ ഇത് നിയമം കരുതുന്ന പോലെ വായി തൊഴിലിന്റെ വെള്ളത്തിൽ തീർത്ത പ്രശ്നമല്ല വാസു. ഇതിന്റെ പ്രൊസീജിയർ എന്താ സംഭവിക്കാം, എത്ര വേദനയ്ക്കും അതിനെ കുറിച്ചുള്ള ഐഡിയ വരുന്നത്. ഇതെല്ലാം അറിഞ്ഞാൽ നീ തന്നെ വേണ്ടെന്ന് പറയും വാസു. വാസു ഈ പ്രശ്നത്തിന് അബോർഷൻ മാത്രമേ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാശി വയ്ക്കുന്നതിന് അർത്ഥമുണ്ട്. കുറച്ചുകൂടെ ബ്രോഡായി ചിന്തിച്ചു നോക്കും. അബോർഷൻ അല്ലാതെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടല്ലോ. നിനക്കെന്നാ നല്ല കല്യാണം കഴിച്ചു പറയും. അതെ നിന്റെ ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ആവാണല്ലോ എന്ന് തന്നെ വിഷമിക്കൊണ്ടിരുന്നു. മഴ വന്ന ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയത്. പറയുന്നൊക്കെ കേട്ട് അവൾ നല്ല കുട്ടിയാ വാസു. കല്യാണം കഴിക്കുന്ന എല്ലാവരും നമ്മൾ അച്ഛനും അമ്മയും പോലെ ആവണമെന്നില്ല. അവളെ നീ വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ പറയും. എനിക്ക് 1000 വേണ്ട, ഒറ്റ കാരണം മതി. കൊറേ വേണ്ട, ഒന്ന് ഒന്നിനെ പറയുമോ? നാളെ രാവിലെ പെണ്ണിന് വേറെ ഇതാണ് കാരണം. മതിയോ? 10 മിനിറ്റ് വരാൻ പറഞ്ഞു കഴിയും. അവൻ പറഞ്ഞത് സത്യമാണ്. എന്തൊക്കെ കുടിയാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇതൊക്കെ നീയായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല വാസു. ഇതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ നീ മനുവായി സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യും. അവളുടെ പാരന്റ്സിനോട് നിനക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നമുക്ക് സംസാരിക്കാം. പുറത്തു പോടാ. കഴിഞ്ഞ 14 വർഷമായി ഞാൻ എന്റെ ഭർത്താവ് കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. മനസ്സിലാവുന്നത്?
ഏതൊന്നും നല്ലതുണ്ടല്ലോ നമ്മിൽ കേൾക്കുമ്പോൾ അത് നല്ലതിനാകുന്നതും കെട്ടതിനാകുന്നതും അന്നതാകുന്നു. നീ എന്ത് കണ്ടു എനിക്ക് എപ്പോഴും പറയേണ്ടതല്ലേ? അതിന്റെ വീട് എനിക്ക് താല്പര്യമില്ല.